വചനം 78 വാക്കർത്ഥം. വഹുവ അവനാണ്, അല്ലദീ അൻശഅ ഉണ്ടാക്കിയിട്ടുള്ളവൻ, ലക്കും നിങ്ങൾക്ക്, അസ്സംഅ കേൾവി, വൽ അബ്സ്വാറ കാഴ്ചകളും, വൽ അഫ്ഇദത ഹൃദയങ്ങളും, ഖലീലമ്മ അല്പമാത്രമേ, തഷ്കുറൂൻ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. وهو الذي أنشأ لكم السمع والأبصار والأفئدة قليلا ما تشكرون. അവനാണ് അഥവാ അല്ലാഹുവാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും ഉണ്ടാക്കി തന്നിട്ടുള്ളവൻ. നിങ്ങൾ അല്പമാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ. വചനം 79 വാക്കർത്ഥം. വഹുവ അവൻ തന്നെ, അല്ലദീ ദറഅക്കും നിങ്ങളെ വർദ്ധിപ്പിച്ചിട്ടുള്ളവൻ, ഫിൽ അർദി ഭൂമിയിൽ, വ ഇലൈഹി അവങ്കലേക്കു തന്നെ, തുഹ്ശറൂൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. وهو الذي ذرأكم في الأرض وإليه تحشرون. അവൻ തന്നെയാണ് നിങ്ങളെ ഭൂമിയിൽ വർദ്ധിപ്പിച്ചുണ്ടാക്കിയവനും അവൻ്റെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. വചനം 80 വാക്കർത്ഥം. വഹുവല്ലദീ അവൻ തന്നെയാണ്, യാതൊരുവനും, യുഹ്യീ അവൻ ജീവിപ്പിക്കുന്നു, വയുമീതു മരിപ്പിക്കുകയും ചെയ്യുന്നു, അങ്ങനെയുള്ളവൻ, വലഹു അവൻ്റെ വകയാണ്, അവൻ്റേതാണ്, ഇഖ്തിലാഫുല്ലൈലി രാവു വ്യത്യാസപ്പെടുന്നത്, വന്നഹാരി പകലും, അഫലാ തഅഖിലൂൻ അപ്പോൾ നിങ്ങൾ മനസ്സിരുത്തുന്നില്ലേ. وهو الذي يحيي ويميت وله اختلاف الليل والنهار أفلا تعقلون. അവൻ തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനും രാവും പകലും വ്യത്യാസപ്പെടുന്നതും അവൻ്റെ വകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിരുത്തുന്നില്ലേ. വചനം 81 വാക്കർത്ഥം. ബൽ എന്നാൽ പക്ഷേ, ഖാലു അവർ പറയുകയാണ്, മിസ്ലമാ ഖാല പറഞ്ഞതുപോലെ, അൽ അവ്വലൂൻ പൂർവീകന്മാർ മുമ്പുള്ളവർ. ബൽ ഖാലൂ മിസ്ലമാ ഖാലൽ അവ്വലൂൻ എന്നാൽ പൂർവികന്മാർ പറഞ്ഞ അതേമാതിരി അവർ പറയുകയാണ്. വചനം 82 വാക്കർത്ഥം. ഖാലു അവർ പറയുന്നു, അഇദാ മിത്ന നാം മരണപ്പെട്ടിട്ടാണോ, വകുന്ന നാം ആയിത്തീരുകയും, തുറാബൻ മണ്ണ്, വഇദാമൻ എല്ലുകളും, അഇന്ന ലമബ്ഊസൂൻ നിശ്ചയമായും നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാകുന്നത്. ഖാലൂ അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബ്ഊസൂൻ. അവർ പറയുന്നു, ഞങ്ങൾ മരിക്കുകയും മണ്ണും എല്ലുമായി തീരുകയും ചെയ്താൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരായിരിക്കുമെന്നോ? അത് സംഭവ്യമല്ല. വചനം 83 വാക്കർത്ഥം. ലഖദ് വുഇദ്നാ നഹ്നു തീർച്ചയായും ഞങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട്, വ ആബാഉന ഞങ്ങളുടെ പിതാക്കളോടും, ഹാദാ ഇത് ഇക്കാര്യം, മിൻ ഖബ്ലു മുമ്പു തന്നെ, ഇൻഹാദാ ഇതല്ല, ഇല്ല അസാത്വീറു പഴങ്കഥകളല്ലാതെ, പുരാണ കഥകളല്ലാതെ, അൽ അവ്വലീൻ പൂർവികന്മാരുടെ. ലഖദ് വുഇദ്നാ നഹ്നു വആബാഉനാ ഹാദാ മിൻ ഖബ്ലു ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. ഞങ്ങളോടും മുമ്പ് ഞങ്ങളുടെ പിതാക്കളോടും ഇത് വാഗ്ദത്തം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇത് പൂർവികന്മാരുടെ പഴങ്കഥകളല്ലാതെ വേറെ ഒന്നുമല്ല. 78 മുതൽ 83 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മരണാനന്തരം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണെന്ന് ഇപ്പോൾ ഞങ്ങളോടെന്ന പോലെ ഞങ്ങളുടെ മുൻഗാമികളോടും ചിലർ തങ്ങൾ ദൈവദൂതന്മാരാണെന്ന് നടിച്ചുകൊണ്ട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് കാലം കുറേയായി, ഇനിയും അത് സംഭവിച്ചു കാണുന്നില്ല.
ആരോ പറഞ്ഞുണ്ടാക്കിയ ചില പഴഞ്ചൻ വർത്തമാനം മാത്രമാണിത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതുപോലെ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളിൽ നിന്ന് ഇന്നും നാം കേൾക്കാറുള്ളതാണല്ലോ. പക്ഷേ അന്നത്തെ മുശ്രിക്കുകൾ മിക്കവാറും സ്രഷ്ടാവിനെ നിഷേധിക്കുന്നവരായിരുന്നില്ല. ആകാശഭൂമികളുടെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണെന്നതും അവർ നിഷേധിച്ചിരുന്നില്ല എന്നുമാത്രം. അല്ലാഹു പറയുന്നത് നോക്കുക.